അല്ല, അബിൻ പറഞ്ഞല്ലോ കേന്ദ്രവും കേരളവും കൊടുത്തില്ല എന്ന്. മേപ്പാടി പഞ്ചായത്തിന്റെ EMS ടൗൺ ഹാളിൽ പുഴുവരിച്ച് അരി കെട്ടിക്കിടത്തിയ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF. അതിനുള്ള മറുപടി എന്താ? പുഴുവരിച്ച അരിയും മൈദയും റവയും കൊടുത്തത് എന്തിനാ? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഈ സാധനം കൊടുക്കേണ്ടത് ആരാണ്? കളക്ടറേറ്റിൽ നിന്നാണോ പഞ്ചായത്തിൽ നിന്നാണോ? കളക്ടറേറ്റിൽ നിന്ന് വന്നത് പൂഴ്ത്തി വെച്ചു. സെപ്റ്റംബറിൽ കളക്ടറേറ്റിൽ നിന്ന് കൊടുക്കാൻ അവർക്ക് ഏതായാലും കളമശ്ശേരിയിലെ പോലെ കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട് വീട്ടിൽ കൊണ്ട് പുട്ടടിച്ചവരല്ലോ. അതുകൊണ്ട് അതങ്ങ് നിർത്ത്. ഇവിടെ ഒരു പൂഴ്ത്തി വെച്ചിട്ടില്ലെന്ന് വൈകിപ്പോയി. കളക്ടറേറ്റിൽ നിന്ന് കിട്ടിയത് വൈകിപ്പോയി. ഇനി കിട്ടാനുമുണ്ട്. നരേന്ദ്രമോദി സെൽഫി ടൂറിസം എടുത്തിട്ട് പോയാ പോരാ, പൈസ എണ്ണി കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ ന്യായീകരിച്ചാ പോരാ. നരേന്ദ്രമോദി കൃത്യമായിട്ട് പണം കൊടുക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളെ പോലെ സെൽഫി ടൂറിസം എടുത്താ പോരാ. 5 ലക്ഷത്തിന് കിട്ടിയ പിള്ളേരെ പ്രളയവുമായി ബന്ധപ്പെട്ട പൈസ ലക്ഷം കോടികൾ അഴിമതി നടത്തുന്ന ആകാശഭൂമിയിലും പാതാളത്തിൽ വരെ അഴിമതി നടത്തിയ സർക്കാരല്ല മോഡി സർക്കാർ. CBI ഉണ്ടല്ലോ, കണ്ടുപിടിക്ക്. കേരളത്തിൽ പ്രളയ ദുരിതാശ്വാസം തട്ടിപ്പ് നടത്തി. CBI കുറിച്ച് പറയുമ്പോ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞായിരുന്നു, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാം. അതൊന്ന് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒക്കെ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ശവമടക്കിന് എങ്ങനെ 75,000 വരുന്നു എന്നതിനെ സംബന്ധിച്ച് എല്ലാ ചാനലുകളും ആ ന്യൂസ് ബ്രേക്ക് മറുപടി കേൾക്ക്. ഇവിടെ സാധാരണ ഒരാൾ മരിച്ചാൽ 5,000 രൂപയ്ക്കും ശവമടക്കം നടത്താൻ പറ്റും. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് നാട്ടില്. ഇവിടെ അതിൽ താഴെ സംഖ്യക്കും ചിലപ്പോൾ നടത്താൻ പറ്റും, ചിലപ്പോൾ സൗജന്യമായിട്ട് നടത്താൻ പറ്റും. പക്ഷേ ഇത് ഒരാളുടെ ശവം ഒരു സ്ഥലത്തല്ല, കൈയൊരിടത്ത്, കാലൊരിടത്ത്, ഉടലൊരിടത്ത്, 4ഉം 5ഉം സ്ഥലത്ത് കിടക്കുന്ന ശവശരീര ഭാഗങ്ങൾ ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ പരിശോധന നടത്തണം. ഒരു ശവശരീരത്തിന് ചിലപ്പോ 1 ലക്ഷവും 1.5 ലക്ഷവും വരും. 1.5 ലക്ഷം രൂപയോ? എന്താണ് ഈ പറയുന്നത്? അങ്ങനത്തെ വാചകങ്ങൾ പറയരുത് പ്ലീസ്. അതെന്താണ് ഈ പറയുന്നത്? 1.5 ലക്ഷം വരും, ചിലപ്പോ വരും. ഒരു ശവശരീരം 20 ഭാഗമായിട്ടുണ്ടെങ്കിൽ 20 ഭാഗവും നമ്മളെല്ലാവരും ആ കുഴി കുഴിച്ചിട്ട് അവിടെ ആ മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിൽ 99% സന്നദ്ധ സേവകരാണ് ചെയ്തത്. അല്ല എന്ന് ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ? ആ കുഴി കുഴിച്ചതിനും കോൺഗ്രസ് 1.5 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തല്ലോ. യഥാർത്ഥത്തിൽ NDRFന്റെയും SDRFന്റെയും മാനദണ്ഡങ്ങൾ സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ളത് പോലെ തന്നെയല്ലേ ഇത്തവണയും തയ്യാറാക്കിയത്? വ്യത്യാസമുണ്ടോ എന്ന് കരുതി എസ്റ്റിമേറ്റ് ഇടുമ്പോ ഒരു മാന്യതയൊക്കെ വേണ്ടവരുടെ ഒരു കുഴി കുഴിക്കുന്നതിന് 1.5 ലക്ഷം രൂപ കുഴി കുഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ആരോട് പറയാനാണ്? കുഴി കുഴിച്ച് മൃതദേഹം അടക്കം ചെയ്തതിന് 1.5 ലക്ഷം രൂപ. 10 വർഷം മുമ്പ് 10 വർഷം മുമ്പ് 75,000. കേൾക്ക് സുഹൃത്തേ, നിങ്ങൾ വെറും സംഖ്യയാവണ്ട, ഇതൊന്ന് കേൾക്ക്. നിങ്ങളാതൊന്ന്, ഞങ്ങളല്ല. ട്രോളിയിലോട്ട് പറഞ്ഞല്ലോ. ആ ട്രോളി കണ്ടുപിടിക്കാൻ വന്നവർ ആരായിരുന്നു? അരുൺ കണ്ടതല്ലേ? ഒരു വശത്ത് AA റഹീം, മറുവശത്ത് VV രാജേഷ്, ഒരു വശത്ത് വസീം, മറുവശത്ത് വരുന്നു. ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ. ഒച്ച ഉണ്ടാകണം. ഒറ്റ ചോദ്യം. ശരി, നമുക്ക് പയ്യെ ചെല്ലാൻ പാടില്ല. CPM ഒരു പരാതി അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടൊരു FIR ഇതുവരെ ഇട്ടിട്ടില്ല? CPM ആണോ FIR ഇടേണ്ടത്? അപ്പൊ പോലീസ് അങ്ങനെ ഒരു കേസില്ല, അവരന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല. ഇതല്ലേ സത്യം? അപ്പൊ ഇല്ല, ട്രോളിയില്ല. വിഷയം തീർന്നു. അത് വെറുതെ പറഞ്ഞായിരുന്നു. വിഷയം തീർന്നു. ഈ കുഴൽപ്പണ വിവാദം പാലക്കാട് ചർച്ചയാകുമോ? ചർച്ചയായാൽ അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കൂ?
ഈ കുഴൽപ്പണത്തിന്റെ തിരൂർ സതീഷ് അല്ല കുഴൽപ്പണത്തിന്റെ സ്വന്തം ആളുകൾ ഈ കോൺഗ്രസ്സുകാരാണ്. അതെ. പണം അതുകൊണ്ടാണല്ലോ പിടിച്ച വഴി സുരേന്ദ്രനെ മോനെ വിളിച്ചത്. ഞങ്ങളുടെ ആളുകളായതുകൊണ്ട് സുരേന്ദ്രനെ മോനെ വിളിച്ചു. അതിൽ പോയാൽ തൃശ്ശൂരിൽ നിന്നാണ് പോയത്. ഞാൻ പണമാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ? കോടിക്കണക്കിന് രൂപ കോൺഗ്രസ് ഒഴുക്കുകയാണ്. കുഴൽപ്പണം നിങ്ങളുടെ കുഴൽപ്പണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, നിങ്ങളുടെ കുഴൽപ്പണം നിങ്ങൾ കുഴൽപ്പണമായി കൊണ്ടുവന്ന പണം അത് ചേലക്കരയിൽ അങ്ങനെയാണെങ്കിൽ ആ മോഷണം നടത്തി പണം പിടിച്ച വഴിയെ ആ പ്രതികൾ എന്തിനാണ് സുരേന്ദ്രനെ വിളിച്ചത്? കോൺഗ്രസിന്റെ പണമാണെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ഒറ്റ ചോദ്യം മാത്രം. ഉണ്ണി ബാലകൃഷ്ണൻ അബിൻ പോകാൻ തയ്യാറാണ്. അടുത്ത അതിഥി ഇപ്പൊ നമുക്ക് വരും. അതിന് മുമ്പ് ഒരു ചോദ്യം അവരോട് നമുക്ക് അബിനെ ഫ്രീ ആക്കാം. ഓക്കെ, അപ്പൊ ചോദിച്ചോളൂ സ്മൃതി. അദ്ദേഹം എല്ലാം സാറ് അബിനോട് ചോദ്യം ചോദിക്കില്ലേ? അദ്ദേഹം ആദ്യം ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞിരുന്നു. സുജയ പാർവതി വന്നുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ താങ്കൾക്ക് അവസരം തന്നിരിക്കുക. അതെ ഒരു ചോദ്യം ചോദിച്ചാൽ ഫ്രീ ആകാം. അബിൻ വർക്ക് ഇവിടെ പറഞ്ഞല്ലോ കെ സുരേന്ദ്രനെ കൊടകര കുഴൽപ്പണ കേസിലെ 13 പ്രതികളിൽ ഒരാൾ വിളിച്ചു. എന്നാൽ ആ പ്രതിയുടെ പേരൊന്ന് പറയൂ അബിൻ. അതായത് ചാർജ് ഷീറ്റിൽ പറയുന്നതാണ്, ഞാനല്ല അതായത് വി ഡി സതീശന്റെ ഗൺമാൻ അല്ല കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചത്. സംസ്ഥാന പോലീസാണ് പറഞ്ഞത്. പിടിച്ച വഴിയെ കെ സുരേന്ദ്രനെ വിളിക്കുന്നു, പിടിച്ച വഴിയെ മകനുമായി ബന്ധപ്പെടുന്നു. പോലീസുകാരാണ് പറയുന്നത്. ചാർജ് ഷീറ്റിലുണ്ടോ? ചാർജ് ഷീറ്റിലുണ്ട്. ഇവർ അതെ, സാങ്കേതിക വിഷയമാണ്. അഭിനെ കുറിക്കാൻ ചോദിച്ചതാണ്. പ്രതിയല്ല, സാക്ഷിയാണ് വിളിച്ചത്. ധർമ്മരാജ് അയ്യോ അല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് അഭിനെ കുറിക്കാൻ ചോദിച്ചതാ. അത് ഞാൻ പറഞ്ഞുതരാം. പണം കുഴൽ ഇവിടെ നിന്ന് വരുന്നവരെ ധർമ്മരാജൻ ഓഫർ ചെയ്ത പണം 25 കോടി രൂപ സെബാസ്റ്റ്യൻ പോളിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര ഒരുമയുള്ള അളിയന്മാരാണെന്ന് നോക്കി എല്ലാ ചോദ്യം നമ്മളോട് തന്നെ പറയുന്നു. നിങ്ങൾ രണ്ടുപേരും വോട്ട് വേണ്ട. ഒരു വർഗീയവാദിയുടെ ഒരു തീവ്രവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഒരു വർഗീയവാദിയുടെ വോട്ട് സതീശനെ വെല്ലുവിളിച്ചില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു ആർച്ചവുമുണ്ടോ? വെല്ലുവിളിച്ചില്ലേ? മറുപടിയുണ്ടോ? വർഗീയവാദവും തീവ്രവാദവും. ഒന്നാമത് നിങ്ങൾ രണ്ടുപേർക്കും ക്യാപ്സ്യൂൾ കിട്ടുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരാൾ ചോദിച്ചാൽ അപ്പൊ ഞാൻ പറയട്ടെ, ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ വോട്ട് കിട്ടാതെ ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ തോൽക്കട്ടെ എന്ന് വിചാരിക്കും. ലീഡ് ഞാൻ ആദ്യമേ പറഞ്ഞു, ചരിത്രം കുറിക്കുന്ന പാലക്കാട് ബൈ ഇലക്ഷനിൽ ചരിത്ര ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സ്ഥാനാർത്ഥിയായപ്പോൾ ഈ ശ്രീധരന് കിട്ടുന്ന വോട്ടുകൾ മുഴുവൻ സരിന് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിന് കാരണം അദ്ദേഹം ഈ പറഞ്ഞ സംവിധാനത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ശ്രീധരന് കിട്ടുന്ന വോട്ട് എത്ര വോട്ട് ശ്രീധരന് കിട്ടിയ എത്ര വോട്ട് കിട്ടുമോ ഈ സരിന് ഇപ്രാവശ്യം ഇവിടെ? അതല്ല ഞാൻ പറയുന്നത്, വലിയ അവകാശവാദമൊന്നും ഇടതുപക്ഷം ഉന്നയിക്കുന്നില്ല ഈ മണ്ഡലത്തിൽ. ഇവിടെ യഥാർത്ഥത്തിൽ മത്സരം BJP ഇടതുപക്ഷം 3ാം സ്ഥാനത്തുള്ള മണ്ഡലമായിരുന്നു പാലക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് തുടക്കം മുതൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും അഹങ്കാരത്തിൻ്റെയോ അഹന്തയുടെയോ ഭാഗമായിട്ടല്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡോക്ടർ സരിൻ മികവ് പുലർത്തിയിട്ടുണ്ട്.
കേരളത്തിലെ ജനങ്ങൾ, പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ വിദ്യാഭ്യാസമുള്ള, പൊതുരംഗത്ത് സാധ്യതയുള്ള, നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചുറുചുറക്കുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു വ്യാജ ID കാർഡ് നിർമ്മിക്കാത്ത, ഒരു വർഗീയവാദത്തിന്റെയും പിറകിൽ പോകാത്ത ഒരു ചെറുപ്പക്കാരനെ പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കും. Okay. സി. കൃഷ്ണകുമാർ എത്ര ഭൂരിപക്ഷം? വിജയിപ്പിക്കും. സി. കൃഷ്ണകുമാർ എത്ര ഭൂരിപക്ഷം? താങ്ക് യു പ്രേം. നല്ല ഭൂരിപക്ഷത്തോടുകൂടി സി കൃഷ്ണകുമാർ ജയിക്കും. ഇവിടെ ഇടതുപക്ഷം പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ ഷാഫിക്ക് മറിച്ച വോട്ട് അവർ മറിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം അവർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഷാഫിക്ക് വോട്ട് മറിച്ചില്ലെങ്കിൽ 10,000 വോട്ടിന് BJP പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കും.